പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഡൽഹിയിൽ ചൈനീസ് എംബസി വിളിച്ചു ചേർത്ത ഒരു സെമിനാർ, അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപന ദിനത്തോടനുബന്ധിച്ച ഒരു സെമിനാറായിരുന്നു. അതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളും ഇന്ത്യയിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളും പങ്കെടുത്തു. നമ്മൾ വേദി പങ്കിടുന്നതും സെമിനാറുകൾ പങ്കെടുക്കുന്നതൊന്നും നിഷിദ്ധമായ കാര്യങ്ങളല്ല. പക്ഷേ നമ്മുടെ രാജ്യസ്നേഹത്തെ സംബന്ധിക്കുന്ന കാര്യമാകുമ്പോൾ, രാജ്യ അഭിമാനത്തെ സംബന്ധിച്ച കാര്യമാകുമ്പോഴത്തേക്ക്, രാജ്യ സുരക്ഷയെ സംബന്ധിച്ച കാര്യമാകുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ നിലപാട് കൃത്യമായിട്ട് അവിടെ പറയാനുള്ള ഉറപ്പ് കാണിക്കണം. അത് ബേബി സഖാവായാലും ശരി, വേറെ ഏത് സഖാവായാലും ശരി, ഇന്ത്യക്കാരനാണെങ്കിൽ ചൈനക്കാരൻ ചോദിക്കുമ്പോഴത്തേക്ക് ആ ചോദ്യത്തിന് അല്ലെങ്കിൽ അവൻ ചോദിച്ചില്ലെങ്കിൽ തന്നെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ മാത്രം ഈ വേദിയിൽ പോവുക, ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വയ്ക്കുക. ഞാനിത് പറയാൻ കാരണം, 8 or 10 തവണ അച്യുതാനന്ദൻ എന്ന സഖാവിനെ ശാസിച്ച പാർട്ടിയാണ്. അതിൽ ഒരു ശാസനം ഉണ്ടായത് ഇന്ത്യയും ചൈനയുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ഇന്ത്യൻ സൈനികർക്ക് രക്തം ദാനം ചെയ്യണമെന്ന് ശ്രീ അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടതിൽ വിഷമിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ ശാസിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ സൈനികരോടും ഇന്ത്യൻ രാജ്യത്തോടുമുള്ള കൂറ്. ഈ കൂറും സഞ്ചിയിൽ ചുമന്നുകൊണ്ടാണ് MA ബേബി എന്ന ബേബി ചൈനീസ് എംബസിയുടെ ആതിഥ്യത്തിന് പോയത്. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2 പിരിയുകയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ധാരകൾ അതേപോലെ 2 പിരിയുകയും CPI റഷ്യയുടെയും CPM ചൈനയുടെയും ഭാഗത്ത് കൂടുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ത്യ ചൈനയാൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയപ്പെടുന്ന ഭൂമി എന്ന് പറഞ്ഞ് വിവാദത്തിലായതാണ് നമ്മുടെ നമ്പൂരി, പൂണൂർ പുരാത്ത നമ്പൂരി. എന്നിട്ട് പറയും സോഷ്യലിസം ഒന്നും പറയും കേട്ടോ. അപ്പോൾ പൂണൂറിട്ട സോഷ്യലിസ്റ്റാണ് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും അവരുടേതെന്നും പറയുന്ന രാജ്യം, അതായത് നമ്മുടെ രാജ്യമാണെന്ന് ഉറപ്പില്ല. എന്തായാലും അമ്മ പറഞ്ഞു തന്നിട്ടില്ലാണ് നമ്മളെല്ലാവരും അച്ഛനാച്ചാന്ന് വിളിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോഴും ഒരു വലിയ ഉറപ്പ് വന്നിട്ടില്ല. അവർ ചൈനക്കാർ പറഞ്ഞാലേ അച്ഛനാച്ചാന്ന് പറയുന്നു, ചൈന പറഞ്ഞാൽ അച്ഛനാച്ചാന്ന് വിളിക്കും. പിന്നെ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആരെയും നേരെ വിളിക്കത്തില്ല. അച്ഛനാന്ന് വിളിക്കാൻ പാടാണ്. അമ്മയുടെ ഭർത്താവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മുടെ പൂമരൻ സഖാവിൻ്റെ ഒക്കെ കുഴപ്പം അതാണ്, നേരെയുള്ള കാര്യം നേരെ പോയി പറയത്തില്ല. അത് തന്നെയാണ് ശ്രീനിവാസൻ സന്ദേശം എന്ന സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത്. എന്തായാലും നമ്മൾ കാര്യത്തിലോട്ട് വരട്ടെ. ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുക്കളായ പാകിസ്ഥാനെ ചൈനയോ ഏതെങ്കിലും രീതിയിൽ അനുകൂലിക്കുകയോ അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയോ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരുവിധ മടിയുമില്ല. അവർ നമ്മളെ മാത്രമല്ല ആക്രമിക്കുന്നതും ദ്രോഹിക്കുന്നതും നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളായ ചൈനയുടെ അടുത്തുള്ള രാജ്യങ്ങളായ നേപ്പാളിനെ സ്വാധീനിക്കുന്നുണ്ട്, ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ സ്വാധീനിക്കുന്നുണ്ട്, മാലദ്വീപ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, മ്യാൻമറിനെ സ്വാധീനിക്കുന്നുണ്ട്, ശ്രീലങ്കയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും ഇന്ത്യക്കെതിരെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരികയും ഇന്ത്യയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുമുള്ള ഒരു ശ്രമത്തിലാണ് ചൈനീസ് സർക്കാർ വർഷങ്ങളായി. കോൺഗ്രസിനൊന്നും പറയാൻ പറ്റില്ല, കാര്യം ഇന്ത്യ ചീന ഭായി എന്ന് പറഞ്ഞ് പിൻഭാഗത്ത് ആവശ്യത്തിന് വാങ്ങിച്ചു കൂട്ടിയ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് നമുക്കറിയാം. അദ്ദേഹം ഒരു കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും വലിയ ചൈനീസ് ഭക്തനായിരുന്നു. സോഷ്യലിസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു നിരീശ്വരവാദി. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഒന്നായ അരുണാചൽ പ്രദേശിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ 75 വർഷവും യാതൊരുവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടില്ല എന്ന്. MA ബേബി ചൈനീസ് നൂഡിൽ കഴിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഓരോ സഹാവിൻ്റെയും കഴുത്തിൽ പിടിച്ചിട്ട് ചോദിക്കണം, അരുണാചൽ ഇന്ത്യയിലാണോ അല്ലേ എന്ന്. അതിന് ഒരു ഇന്ത്യക്കാരനും മടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അരുണാചലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ട് പോരായിരുന്നു സഖാവെ ചൈനയുടെ എച്ചിൽ തിന്നെ. നന്ദി, നമസ്കാരം.